ഹലോ ഫ്രണ്ട്സ്, ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. സത്യം പറഞ്ഞാൽ നിങ്ങൾ എത്ര പേരുണ്ട് ഈ ഇൻഡിവിജ്വൽ വീടായിട്ട് നോക്കുന്നവർ, അതും നല്ല ശാന്ത പ്രദേശമായിട്ടുള്ള ഒരു ലൊക്കേഷനിൽ ഒരു നല്ലൊരു 2 BHK വീട് അന്വേഷിക്കുന്നവർ ആരൊക്കെ ഉണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനും ജസ്റ്റ് ഒന്ന് വീടിൻ്റെ ബാക്ക് സൈഡൊക്കെ ആയിട്ട് നോക്കുമ്പോൾ എത്ര നല്ല സ്പേസ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. നല്ല സ്പേസ് ഉണ്ട്, വിശാലമായിട്ടുള്ള സ്പേസാണ് ഈ വീട് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ പ്ലോട്ട് വരുന്നത് 5.25 സെൻസിൽ തന്നെയല്ല. വെള്ളമൊക്കെ ഞാൻ നോക്കിയിട്ടോ, കണ്ണീർ പോലത്തെ വെള്ളം, കംപ്ലൈൻ്റ് ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ. അതിപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് വന്നിട്ട് അന്വേഷിക്കാൻ പറ്റും ഇവിടെ അടുത്തുള്ള വീട്ടുകാരൊക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ വീടിൻ്റെ സ്പേസ് ചുറ്റുവട്ടം എത്ര ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ സൈഡൊക്കെ എടുത്ത് കാണിക്കുന്നത്. കാരണം ലേറ്റർ നിങ്ങളിവിടെ വന്നിട്ട് ടൈം വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് വെച്ചിട്ട്. ഇവിടെ അലുക്ക് കല്ല്. ഓക്കെ, ഇനി നമുക്ക് കടന്നു വരുമ്പോൾ നല്ല സിറ്റ് ഔട്ട്, നല്ല സ്പേസ് ആയിട്ട് 2 ചെയറൊക്കെ വെക്കാൻ പറ്റിയ സ്ഥലം. വീട് ഒരു 8 to 9 വർഷം ഉള്ള പഴക്കന്നാണ്. പക്ഷെ എന്നാലും വെൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഇരിക്കുന്നുണ്ട്. ചെറിയൊരു റിനോവേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റത്തെ ബെഡ്റൂം. അവിടെ ക്ലോക്ക് ഷെൽഫും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ സ്ട്രെയിറ്റിൽ തന്നെ നമുക്ക് വരുന്നത് ബാത്റൂം കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എല്ലാം വാസ്തു പ്രിപ്പയർഡ് ആയിട്ടുള്ളൊരു വീട് തന്നെയാണ് കേട്ടോ. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം ഒന്ന് പോയി നോക്കാം. ഇതും നല്ല വിശാലമായിട്ടുള്ള 2 ഡബിൾ ബെഡ് ആയിട്ടാണ് നമുക്ക് കണ്ടുവരുന്നത്. ഇതിലും നമുക്ക് ഡ്രസ്സ് ഇടാൻ പറ്റിയ കബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് തൊട്ട് ഫ്രണ്ടിൽ. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് നമുക്ക് ബാത്റൂം കാര്യങ്ങൾ വരുന്നത്. ബാത്റൂമൊക്കെ നല്ല റിനോവേറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഡിസൈൻ തന്നെയാണ്. സത്യം പറഞ്ഞാൽ നല്ല സൺലൈറ്റാണ് ഈ വീടിനുള്ളിൽ ഫുള്ളി ടോട്ടലായിട്ട് അടിക്കുന്നത് തന്നെ. ഇതാണ് നമ്മൾ ഹാളിൻ്റെ സ്പേസിൻ്റെ ഡിസൈന്. അതിന് തൊട്ടപ്പുറത്ത് തന്നെ നമുക്ക് ഡൈനിങ്ങിൻ്റെ സ്പേസ് ഉണ്ടാകും. നല്ല ലാമ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇതിൻ്റെ ഇപ്പുറം വച്ച് നോക്കാം. ഇവിടെയും അത്യാവശ്യം നല്ല ഡിസൈനോടെയാണ്, ഒരു ക്ലേ ടെക്സ്ചറായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും നോക്കാം, ഈ വാഷിംഗ് കൗണ്ടറും അതുതന്നെ ആ ഒരു തീമിൽ തന്നെ ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് കിച്ചണിലോട്ട് കിടക്കുമ്പോൾ നമുക്ക് ഒരു സ്മോക്ക് കിച്ചണും ഒരു ഇലക്ട്രിക് സ്റ്റൗ വെക്കാൻ പറ്റിയൊരു കിച്ചണും, നല്ല വിശാലമായിട്ടുള്ള സ്പേസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഹാളായാലും കിച്ചണായാലും എന്തായാലും കുറച്ച് റിനോവേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ നല്ല തീമിലൊക്കെ ആയിട്ട് നല്ല സിമ്പിൾ കളർ ഡിസൈനൊക്കെ ആയിട്ട് ക്രീമും വൈറ്റും ഒക്കെ നല്ല തീമല്ലേ. ഈ പുകടുപ്പ് 3 എണ്ണം വെക്കാൻ പറ്റിയ ഉള്ള ടൈപ്പാണ് കേട്ടോ. പിന്നെ ബാക്കോട് വരുമ്പോൾ ഗ്രിൽ ടൈപ്പാണ് വരുന്നത്. നമുക്കിത് വാഷിംഗ് മെഷീൻ വെക്കാൻ പറ്റിയ സ്പേസ് കേട്ടോ. അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് തന്നെ നമുക്ക് കോമൺ ബാത്റൂം വരുന്നുണ്ട്. കോമൺ ബാത്റൂമും നല്ല രീതിയിൽ ഒരു വൈറ്റിഷ് തീമായിട്ടാണ് കൊടുത്തേക്കുന്നത്. നല്ല രസമുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നമുക്ക് ഈ വീടിന് വില വരുന്നത് 50 ലക്ഷമാണ് പറയുന്നത്. നമുക്ക് സിറ്റിങ്ങിൽ ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെറിയ ഡിസ്കൗണ്ട് ഉണ്ടാവും. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് എന്നെ വിളിക്കുക. ടിൽ ദെൻ ബൈ, സീ യു.